إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും രഹസ്യ പരസ്യങ്ങളിലുമെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കണമെന്ന് ആദ്യം സ്വന്തം നഫ്സിനെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ ലോകമെന്നുള്ളത് അത് ശാശ്വതമാണ്. ഈ ലോകത്ത് നിന്ന് മടങ്ങിപ്പോകേണ്ട ആളുകളാണ് നാം എല്ലാവരും. ജനിച്ച നാടും വീടും കുടുംബവും മക്കളെയും എല്ലാറ്റിനെയും വിട്ടുകൊണ്ട് തിരിച്ചുവരവില്ലാത്ത ഒരു യാത്ര, ആ യാത്രയിലേക്ക് മടങ്ങേണ്ട ആളുകളാണ് നാം എല്ലാവരും. പരലോകത്തേക്കുള്ള വിചാരണ നാളിലേക്കുള്ള ഒരു യാത്ര.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്ന നമുക്ക് കാണാം. عن عبد الله بن عمر رضي الله عنهما قال أخذ رسول الله صلى الله عليه وسلم فقال كن في الدنيا كأنك غريب. നിങ്ങൾ ഈ ദുനിയാവിൽ ഒരു ഗരീബിനെ പോലെ, ഒരു അപരിചിതനെ പോലെ നിങ്ങൾ ജീവിക്കണം. ഔ ആമിറു സബീൽ, അതല്ല എങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ അംസൈത ഫലാ തൻതളിർ الصباح, വൈകുന്നേരമായി കഴിഞ്ഞാൽ പ്രഭാതത്തെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. വഇദാ അസ്ബഹത ഫലാ തൻതളിർ المساء, ഇനി പ്രഭാതമായി കഴിഞ്ഞാൽ വൈകുന്നേരത്തെയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. വഖുദ് മിൻ സിഹതിക ലിമറദിക വമിൻ ഹയാതിക ലിമൗതിക, രോഗമൊക്കെ വന്ന് ഒന്നിനും കഴിയാത്ത ഒരു സാഹചര്യത്തിന് മുമ്പുള്ള ആരോഗ്യമുള്ള നമ്മളുടെ കാലഘട്ടം, അതുപോലെ തന്നെ മരണത്തിന് മുമ്പുള്ള നമ്മളുടെ ജീവിതം, അത് യഥാവിധത്തിൽ നിങ്ങൾ ഉപയോഗിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹിയും സ്വഹാബത്തും നമ്മളെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന നമുക്ക് കാണാം, അലാ ഇന്നദ് ദുനിയാ ഖദ് ഇർതഹലത് മുദ്ബിറ വൽ ആഖിറതു മുഖ്ബില, നിശ്ചയമായും ദുനിയാവെന്നുള്ളത് നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷങ്ങളും കഴിഞ്ഞു പോകും തോറും ദുനിയാവെന്നുള്ളത് നമ്മളിൽ നിന്ന് ഇങ്ങനെ വിട പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. വൽ ആഖിറതു മുഖ്ബിലതൻ, എന്നാൽ ആഖിറ വിചാരണ നാൾ എന്നുള്ളത്, പരലോകം എന്നുള്ളത് നമ്മളിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, വലികുല്ലി വാഹിദത്തിൻ മിൻഹാ ബനൂന, രണ്ടിനും മക്കളുണ്ട്. പരലോകത്തിനും അതിൻ്റെതായ മക്കളുണ്ട്, ദുനിയാവിന് അതിൻ്റെതായ മക്കളുണ്ട്. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന്റെ മക്കളായി നിങ്ങൾ മാറണം. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ, ഈ ദുനിയാവിന്റെ മക്കളായി നിങ്ങൾ മാറരുത്. കാരണം അൽ യൗം അമലുൻ, ഇന്നേ ദിവസം നമുക്ക് പ്രവർത്തിക്കാനുള്ള ദിവസമാണ്. വലാ ഹിസാബ്, ഇന്ന് നമുക്ക് വിചാരണയില്ല. എന്നാൽ വഗദൻ, നാളെ എന്നുള്ളത് ഹിസാബുൻ, അത് വിചാരണയുടെ ഒരു ദിവസമാണ്. വലാ അമലുൻ, അന്നേ ദിവസം നിങ്ങൾക്ക് പ്രവർത്തനമില്ല എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിരുന്ന നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു വിചാരണ നാളിലേക്ക് കടന്നു പോകേണ്ട ആളുകളാണ് നാം എല്ലാവരും. ആ വിചാരണ നാളിൽ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി നമ്മളുടെ ഗ്രന്ഥങ്ങൾ നമ്മളുടെ കൈകളിലേക്ക്, നമ്മളുടെ നന്മകൾ എഴുതിയ ആ ഗ്രന്ഥം നമ്മളുടെ കൈകളിലേക്ക് ഏറ്റുവാങ്ങാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന നമുക്ക് കാണാം, മൻ അഹബ്ബ, ആരാണോ ഇഷ്ടപ്പെടുന്നത് നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അവരുടെ ഗ്രന്ഥം അത് ഏറ്റവും എളുപ്പത്തിൽ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുന്നത് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏടുകളിൽ നാളേക്കുള്ള പരലോകത്തേക്കുള്ള നിങ്ങളുടെ ആ വിചാരണയിൽ നിങ്ങളുടെ കൈകളിലേക്ക് നൽകപ്പെടുന്ന ആ ഗ്രന്ഥത്തിൽ ഇസ്തിഗ്ഫാറുകൾ, പാപമോചനം നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ വിചാരണ നാളിൽ, ഹിസാബ് മാത്രമുള്ള അമലില്ലാത്ത ആ വിചാരണ നാളിൽ ചില ആളുകൾക്ക് മംഗളമാണ്, ചില ആളുകൾക്ക് ആഹ്ലാദമാണ്, സന്തോഷമാണ്. ആരാണ് ആ ആളുകൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തൂബാ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറൻ, നാളെ പരലോകത്ത് വെച്ച് ചില ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങൾ അവരുടെ കൈകളിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ അവർക്ക് സന്തോഷമാണ്, ആഹ്ലാദം
ആഹ്ലാദമാണ്. ആരാണ് ആളുകൾ? ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ പാപമോചനങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച, അവരുടെ ഏടുകളിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇസ്തിഗ്ഫാർ കൊണ്ട് നിറച്ച ആളുകൾക്ക് നാളെ പരലോകത്ത് തൂബ, അവർക്ക് മംഗളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ആ വിചാരണ നാളിൽ ഏറ്റവും എളുപ്പത്തിൽ സന്തോഷത്തോടുകൂടി നമുക്ക് കടന്നു പോകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറുകൾ വേണം എന്നുള്ളത്. അല്ലാഹുവുമായുള്ള പാപമോചനങ്ങൾ, പാപത്തേട്ടങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വേണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഇത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ അല്ലാഹുവിലേക്ക് പാപമോചനം തേടിക്കൊണ്ട് വരുവിൻ. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. കാരണം നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുൻ, എല്ലാം പൊറുക്കുന്നവനും, റഹീമുൻ, കരുണാവാദിയുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. മറ്റൊരായത്തിൽ നമുക്ക് കാണാം, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക്, നിന്റെ റബ്ബിലേക്ക് പാപമോചനം തേടിക്കൊണ്ട് വരുവിൻ. അങ്ങനെ അല്ലാഹുവിലേക്ക് പാപമോചനം തേടുകയും, അങ്ങനെ അല്ലാഹുവിലേക്ക് പാപമോചനം തേടിക്കൊണ്ട് സുമ്മത്തൂബു ഇലൈഹി, എന്നിട്ട് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുകയും നിങ്ങൾ ചെയ്യുക. ഇസ്തിഗ്ഫാർ ഒന്നാണ്, പാപമോചനം ഒന്നാണ്, പശ്ചാത്തപിച്ച് മടങ്ങുക എന്ന് പറയുന്നത് തൗബ എന്നുള്ളത് മറ്റൊന്നാണെന്ന് ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളുടെ സൽഗുണമായി കൊണ്ട് ഖുർആൻ പറയുന്ന നമുക്ക് കാണാം, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അവർ അവരുടെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹുവിനോട് പാപമോചനം തേടുന്ന ആളുകളാണെന്നാണ്. വബിൽ അസ്ഹാരിഹിം യസ്തഗ്ഫിറൂൻ. മറ്റൊരായത്തിൽ നമുക്ക് കാണാം, ഇതിന് നേരെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വിശ്വാസികൾ അവരല്ലാഹുവിനോട് കരഞ്ഞ് പാപമോചനം തേടുന്ന ആളുകളാണ് എന്നും നമുക്ക് ഖുർആനിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ ഒക്കെ ആ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അല്ലാഹുവിനോട് പാപമോചനം തേടിയതായി നമുക്ക് കാണാം. ആദ്യത്തെ നബിയായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാം. ആ മരത്തിൽ നിന്നുള്ള ആ പഴം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം അത് പിശാചിന്റെ വസ്വാസിൻ അതിൽ പെട്ടുകൊണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് ഭക്ഷിക്കുകയും പിന്നീട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആ സാഹചര്യത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാം. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ. ഖാല റബ്ബനാ, അവർ പറയാണ് രണ്ടുപേരും. ആരാണ് രണ്ടുപേർ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഹവ്വ. രണ്ടുപേരും കൂടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാണ്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ളലംനാ, ഞങ്ങളിതാ അക്രമം പ്രവർത്തിച്ചു പോയി, അൻഫുസനാ, ഞങ്ങളുടെ നഫ്സിനോട് തന്നെ ഞങ്ങളിതാ അക്രമം പ്രവർത്തിച്ചു പോയി റബ്ബേ, വ ഇല്ലം തഗ്ഫിർ ലനാ, പടച്ച റബ്ബേ, നീ എങ്ങാനും ഞങ്ങൾക്ക് മാപ്പ് തന്നിട്ടില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ച റബ്ബേ, നീ എങ്ങാനും പാപമോചനം ഞങ്ങൾക്ക് തന്നിട്ടില്ല എങ്കിൽ, വതർഹംനാ, പടച്ച റബ്ബേ, നീ ഞങ്ങളോട് കാരുണ്യം കാണിച്ചിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിലായി പോകും റബ്ബേ എന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. അവിടെ അല്ലാഹുവിലേക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് മടങ്ങുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നൂഹ് നബി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം, വ ഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി, പടച്ച റബ്ബേ, നീ എനിക്ക് പുറത്തു നൽകണം, വതർഹംനി, എനിക്ക് നീ കരുണ കാണിക്കണം, എന്നോട് നീ കരുണ കാണിക്കണം. അങ്ങനെ നീ കാണിച്ചിട്ടില്ല എങ്കിൽ
അകും മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിലായി പോകും റബ്ബേ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സൂറത്തു ഖസസിൽ നമുക്ക് കാണാം. ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി, പടച്ചറബേ ഞാനിതാ എന്റെ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു പടച്ചറബേ, അതിനാൽ ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു നൽകണമേ റബ്ബേ. ഫഗഫറ ലഹു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് പുറത്തു കൊടുത്തു. സൂറത്ത് മുഹമ്മദിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിനെ തേടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇസ്തിഗ്ഫാർ എന്നുള്ളത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നാളെ പരലോകത്ത് വിചാരണ നാളിൽ മംഗളങ്ങൾ നേറുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ളത് ഇസ്തിഗ്ഫാർ. ഈ ദുനിയാവിൽ ഒരുപാട് ചെയ്ത ആളുകൾക്ക് നാളെ സന്തോഷിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഇസ്തിഗ്ഫാർ? ഇസ്തിഗ്ഫാർ എന്നുള്ളത് ത്വലബുൽ മഗ്ഫിറ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് മഗ്ഫിറത്തിനെ തേടുക, മഗ്ഫിറത്തിനെ ചോദിക്കുക എന്നുള്ളതാണ് ഇസ്തിഗ്ഫാർ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മഹാനായ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ പാപമോചനം തേടിക്കൊണ്ട് നിങ്ങൾ മടങ്ങുമ്പോൾ പ്രത്യേകമായി കൊണ്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആ കൂട്ടത്തിൽ അള്ളാഹുവിനോട് ചോദിക്കണം. അൽ അവ്വൽ, ഒന്നാമതായി കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് നാം ചെയ്ത തിന്മകൾ പടച്ച റബ്ബേ അത് നാളെ പരലോകത്ത് എല്ലാവരിൽ നിന്നും രഹസ്യമാക്കിക്കൊണ്ട് മായിച്ചു കളഞ്ഞുകൊണ്ട് ആരെയും അതറിയിക്കാത്ത രൂപത്തിൽ അതിനെ രഹസ്യമാക്കി വെക്കണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. രണ്ടാമതായി കൊണ്ട് അദ്ദേഹം പറയുന്നത്, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ ആ നാം ചെയ്തു പോയ പാപങ്ങൾ കാരണം നാളെയുള്ള ശിക്ഷയിൽ നിന്ന് പടച്ച റബ്ബേ നീ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുകൂടി നമ്മൾ അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കുമ്പോ അതിലുണ്ടാകണം എന്ന് മഹാനായ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിച്ചിരുന്ന നമുക്ക് കാണാം. അപ്പോ ഇസ്തിഗ്ഫാറിന്റെ കാര്യം പറഞ്ഞു വരുമ്പോ ആ ഇസ്തിഗ്ഫാറിനോട് ചേർന്ന് വരുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തൗബ. എന്നാൽ ഇസ്തിഗ്ഫാർ ഒന്നാണെങ്കിൽ തൗബ മറ്റൊന്ന്. ഇസ്തിഗ്ഫാർ എന്നുള്ളത് പാപമോചനം തേടുക എന്നുള്ളതാണെങ്കിൽ തൗബ എന്നുള്ളത് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങലാണ്. ഒരു തെറ്റിൽ നിന്ന് തിരിച്ചു മടങ്ങിക്കൊണ്ട് തിരിച്ചാ തെറ്റിലേക്ക് ഞാൻ ഒരിക്കലും മടങ്ങില്ല എന്ന ആ ഒരു ഉറപ്പോടുകൂടി അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക എന്നുള്ളതാണ്. ആ തൗബക്ക് പ്രത്യേകമായിട്ടുള്ള ഷർത്തുകളും ഒക്കെ നമുക്ക് ഇസ്ലാമിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതൊരു മറ്റൊരു ഖുത്ബയിൽ നമുക്ക് വിശദീകരിക്കാം തൗബയുടെ വിഷയം. എന്നാൽ തൗബയും ഇസ്തിഗ്ഫാറും രണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന നമുക്ക് കാണാം, വ അനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, ആദ്യം നിങ്ങൾ അല്ലാഹുവിലേക്ക് പാപമോചനം തേടിക്കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുക. സുമ്മ തൂബൂ ഇലൈഹി, പിന്നെ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് തൗബ ചെയ്ത് നിങ്ങൾ മടങ്ങുക. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, അല്ലയോ സമുദായമേ ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിലേക്ക് പാപമോചനം തേടിക്കൊണ്ട് നിങ്ങൾ മടങ്ങുക. സുമ്മ തൂബൂ ഇലൈഹി, എന്നിട്ട് അതിനുശേഷം പശ്ചാത്തപിച്ചുകൊണ്ട് തൗബ ചെയ്ത് നിങ്ങൾ മടങ്ങുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചു തരാം. അപ്പോ ഇസ്തിഗ്ഫാറും തൗബയും എന്നുള്ളത് രണ്ടും രണ്ടാണ്. ഇസ്തിഗ്ഫാർ എന്നുള്ളത് നമ്മൾ നമ്മളുടെ വായ കൊണ്ട്, നമ്മൾ സംസാരം കൊണ്ട് നമ്മൾ പറയുന്ന, നമ്മളെ നാവ് കൊണ്ട് പറയുന്നതാണെങ്കിൽ, തൗബ എന്നുള്ളത് അത് ആത്മീയമായി കൊണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ ഒരു തിന്മയിൽ നിന്ന് വിട്ടുനിന്ന് തിരിച്ച് ആ തിന്മയിലേക്ക് ഞാൻ ഒരിക്കലും മടങ്ങില്ല റബ്ബേ എന്ന ഉറപ്പ് പടച്ചറബിന് കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു തിന്മയിൽ നിന്നും മടങ്ങുന്ന ഒരു രൂപമാണ് തൗബ എന്നുള്ളത്. ഇനി ഇസ്തിഗ്ഫാർ, ആ ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്കുള്ള നേട്ടങ്ങൾ എന്താണ്? ഒന്നാമതായി കൊണ്ട് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്ന നമുക്ക് കാണാം, വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ,
ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആളുകളെ ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാം. വകുല്ലു മാ യുസീബുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മുഴുവൻ വിപത്തുകൾ, പാപങ്ങളല്ല, അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിപത്തുകൾ, മിൻ ശർർ ഫഇന്നമാ ഹുവ ബിദുനൂബിഹി, അത് വരാനുള്ള കാരണം തന്നെ അവന്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ഉള്ളതിനാലാണ് എന്ന്, ആ തിന്മയുടെ ഒരു നിമിത്തമായി കൊണ്ടാണ് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലേക്ക് മറ്റുള്ള ശർറുകൾ കടന്നു വരുന്നത്. എന്നാൽ വൽ ഇസ്തിഗ്ഫാർ, എന്നാൽ ഇസ്തിഗ്ഫാർ എന്നുള്ളത് അല്ലാഹുവിലേക്കുള്ള പാപമോചനം എന്നുള്ളത് യംഹു, അത് മായിച്ചു കളയും, അദ്ദുനൂബ, അവന്റെ ജീവിതത്തിലെ തിന്മകളെ ആ ഇസ്തിഗ്ഫാർ മായിച്ചു കളയും. അതിനാൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാം. അപ്പോ ഇസ്തിഗ്ഫാറുമായി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷയില്ല എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ നമുക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ നാളെ പരലോകത്ത് അത്തരത്തിലുള്ള ആളുകൾക്ക് മംഗളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത്, അവർക്ക് കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് നമുക്ക് കാണാം. വമൻ യഅമൽ സൂഅൻ, ആരാണോ സൂഅ് പ്രവർത്തിക്കുന്നത്, തിന്മ പ്രവർത്തിക്കുന്നത്, ഔ യളിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിറുല്ലാഹ്, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ, എന്നിട്ട് അതിന് ശേഷം അവർ അല്ലാഹുവിലേക്ക് പാപമോചനം ചെയ്തുകൊണ്ട് മടങ്ങുകയാണ്, അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാരാണ്, ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു പറയുന്നത്, യാ ഇബാദി, അല്ലയോ എന്റെ അടിമകളെ, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാത്രികളിലും പകലുകളിലുമായി കൊണ്ട് ഒരുപാട് തിന്മകൾ നിങ്ങൾ ചെയ്യുന്നു. വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, എന്നാൽ എല്ലാ പാപങ്ങളും പൊറുക്കുന്നത് ഞാനാണ്. ജമീഅ, മുഴുവൻ പാപങ്ങളും ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകാൻ. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂനി, എന്നോട് നിങ്ങൾ തേടുക, ഇസ്തിഗ്ഫാറിനെ തേടുക. അഗ്ഫിർ ലക്കും, അങ്ങനെ തേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മാപ്പ് നൽകാം എന്ന്, പുറത്തു നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് നമുക്ക് കാണാം. അപ്പോ ഇസ്തിഗ്ഫാറുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം, ആ ജീവിതത്തിൽ നാം ചെയ്തു പോയ തിന്മകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടും എന്നും നമുക്ക് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് മറ്റൊരു നേട്ടമാണ്. മൂന്നാമത്തെ മറ്റൊരു നേട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഇസ്തിഗ്ഫാറുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, എപ്പോഴും പാപമോചനം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലസിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവനിങ്ങനെ ഇസ്തിഗ്ഫാറിലാണ്. അങ്ങനെ ഇസ്തിഗ്ഫാർ അതിനെ വിടാതെ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ലീഖുകൾ, ഇടുക്കങ്ങൾ, ഞെരുക്കങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്റജ, അത് മാറ്റിക്കൊണ്ടൊരു പോംവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വറസഖ്നാഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അതുപോലെ അവന്റെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കും എന്ന് മാത്രമല്ല, വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവന് കണക്ക് കൂട്ടാൻ പറ്റാത്ത വിധം അവന്റെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നൽകും എന്ന് പറഞ്ഞാൽ ഉപജീവനം അവന് നൽകും. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറുകൾ ഉണ്ടെങ്കിൽ ആ മനുഷ്യന് കണക്ക് കൂട്ടാൻ പറ്റാത്ത രൂപത്തിൽ അവന്റെ ജീവിതത്തിലേക്ക് ഇത് കടന്നു വരുന്നതാണ്. ഒരുപാട് സൂറത്തു ത്വലാഖിലെ ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. വമൻ യത്തഖില്ല, ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, അവന്റെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇതിനും വലുത് പ്രിയമുള്ളവരെ നമുക്ക് എന്താ കിട്ടാനുള്ളത്? അല്ലാഹു ഒരു കാര്യം പറയാണ്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, അവന്റെ
കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കുന്നതാണ്. അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ എളുപ്പമാകും. ആ സൂറത്തിൽ തന്നെ മറ്റൊരായത്ത് നമുക്ക് കാണാം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് അവന്റെ ജീവിതത്തിൽ അല്ലാഹു ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഒരു പോംവഴികളും കാണാതെ അടഞ്ഞു കിടക്കുന്ന ഡോറുകൾ. വമൻ യത്തഖില്ലാഹ, എന്നാൽ ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് യജ്അൽ ലഹു മഖ്റജ, ഇതുവരെ തെളിയാത്ത ഡോറുകൾ, വാതിലുകൾ, അവൻ അല്ലാഹു മഖ്റജ എന്ന് പറഞ്ഞ പോംവഴി എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ഉള്ളിലൂടെ ഒരു സൂത്ര വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് ഇട്ട് കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനെ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാറോട് കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ഗുണം, ഇസ്തിഗ്ഫാർ ഒരു സമൂഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ, ഇസ്തിഗ്ഫാർ എടുക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആളുകളുണ്ടെങ്കിൽ, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് മഴ ആ സമൂഹത്തിന് വേണ്ടി വർഷിപ്പിക്കുമെന്ന് ഖുർആനിൽ സൂറത്ത് ഹൂദിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ സൂറത്തു നംലിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖാല യാ ഖൗമി ലിമ തസ്തഅജിലൂന ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസന. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, യാ ഖൗം, അല്ലയോ സമുദായമേ, ലിമ തസ്തഅജിലൂന, നിങ്ങൾ എന്തിനാണ് എടുക്കുന്നത്, ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസന, നന്മകൾ എടുക്കുന്നതിന് മുമ്പായി കൊണ്ട് തിന്മകൾ നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? അല്ലാഹു വല്ലാത്ത ആശ്ചര്യത്തോടു കൂടി മനുഷ്യരോട് ചോദിക്കുകയാണ്, നന്മകൾ എടുക്കുന്നതിന് പകരം അതിനു മുമ്പായി കൊണ്ട് എന്തിനാണ് തിന്മകൾ നിങ്ങൾ എടുക്കുന്നത്? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ്, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തു മടങ്ങിക്കൂടെ? ലഅല്ലക്കും തുർഹമൂൻ, ആ റബ്ബ് നിങ്ങൾക്ക് കാരുണ്യം കാണിക്കുകയില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്ന വല്ലാത്ത വാചകങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മളുടെ മനസ്സിന്റെ അകത്തടങ്ങളിൽ കുത്തിയിടേണ്ട വല്ലാത്ത വാചകങ്ങൾ നമുക്ക് ഖുർആനിന്റെ ആശയങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഒരുപാട് നേട്ടങ്ങളാണ് ഇസ്തിഗ്ഫാറിലൂടെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ആ ഇസ്തിഗ്ഫാറുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശ്വാസികളുടെ ഗുണമായി കൊണ്ട് ഖുർആൻ പറയുന്ന നമുക്ക് കാണാം, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയുടെ അന്തിയാമങ്ങളിൽ എണീറ്റുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, വബിൽ അസ്ഹാരിഹിം യസ്തഗ്ഫിറൂൻ, ആ രാത്രിയുടെ മൂന്നിലൊന്നിൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾ അവരാണ് വിശ്വാസികൾ. രാത്രി നമസ്കാരങ്ങളിൽ അല്ലാഹുവിനോട് തേടുന്ന, ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുന്ന ആളുകൾ. അറഫയിൽ നിൽക്കുന്ന പ്രാർത്ഥനകളിൽ നമുക്ക് ഇസ്തിഗ്ഫാർ കാണാം. എല്ലാ ഇടങ്ങളിലും നമുക്ക് ഇസ്തിഗ്ഫാറുകൾ കാണുവാൻ സാധിക്കും. ഒരു സദസ്സ് പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്താണ് പറയാറ് അല്ലേ? ഒരു നല്ല ഒരു സദസ്സ് കൂടി, ദീനീപരമായ ഒരു സദസ്സ് കൂടി, ആ സദസ്സൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മൾ പിരിയുന്ന സമയത്ത് എന്താ പറയുന്നത്? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത. പിന്നെന്താ പറയുന്നത്? അസ്തഗ്ഫിറുക വഅതൂബു ഇലൈഹി. പടച്ച റബ്ബേ, നിന്നിലേക്ക് താ ഞങ്ങൾ പാപമോചനം കൊണ്ട് മടങ്ങുന്നു, അതുപോലെ തന്നെ വഅതൂബു ഇലൈഹി, അവസാനം നിന്നിലേക്ക് തന്നെ പശ്ചാത്തപിച്ചുകൊണ്ട് തൗബ ചെയ്തു മടങ്ങുന്നു എന്ന്. അപ്പൊ എല്ലാ ഇടങ്ങളിലും, എല്ലാ പ്രാർത്ഥനകളിലും നമുക്കിത് കാണാൻ പറ്റും. അപ്പൊ ഈ ഇസ്തിഗ്ഫാർ എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. വളരെ പ്രാർത്ഥനകളിൽ തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രാർത്ഥനകളാണ് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ. ഒരു മുഅ്മിനിന്റെ രക്ഷാ കവചമാണെന്ന്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഒരു രക്ഷാ കവചമാണ് രാവിലെയും വൈകുന്നേരവുമുള്ള അവന്റെ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനയിൽ വെച്ച് തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലെ, നമുക്കറിയാം സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അൻത റബ്ബി, പടച്ച റബ്ബേ നീയാണ് എന്റെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ഒരു ആരാധനക്കർഹനില്ല. അൻത സുബ്ഹാനക ഖലഖതനി വഅന അബ്ദുക, നീതാ എന്നെ സൃഷ്ടിച്ചു. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, പടച്ച റബ്ബേ നീ നൽകിയ കൽപ്പനകൾ, നിന്റെ വാഗ്ദാനങ്ങൾ, മസ്തതഅതു, അത് സാധിക്കുന്നതൊക്കെ ഞാൻ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാണ്. അഊദു ബിക മിൻ ശർരി മാ സനഅതു, പടച്ച റബ്ബേ ഞാൻ തിന്മയായി ചെയ്ത എന്റെ കർമ്മങ്ങൾ, അതിൽ നിന്ന് പടച്ച റബ്ബേ അഊദു ബിക, ഞാൻ ഇതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അബൂ
അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി അബൂഉ ലക ബിനിഅമതിക അലയ്യ. പടച്ചറബ്ബേ, എനിക്ക് നീ നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളും അതിതാ പടച്ചറബ്ബേ നിന്റെ മുമ്പിൽ ഞാനിതാ സമ്മതിക്കാണ്. ചോദിക്കാതെ തന്നെ എനിക്ക് നൽകിയ കണ്ണും മൂക്കും വായും എല്ലാ കൈകാലുകളും എല്ലാ സൗകര്യങ്ങളും ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ അബൂഉ ലക ബിനിഅമതിക അലയ്യ, ഇതാ റബ്ബേ നിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു. അതുപോലെ തന്നെ വഅബൂഉ ബിദംബി, ഞാൻ ചെയ്തു പോയ തിന്മകൾ അതും ഇതാ പടച്ചറബ്ബേ ഞാൻ നിന്റെ മുമ്പിൽ ഏറ്റുപറയുന്നു, ഞാനത് സമ്മതിക്കുന്നു. എന്നിട്ട് പിന്നെന്താ ചോദിക്കുന്നത് ആ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ? വഅബൂഉ ബിദംബി ഫഗ്ഫിർലി, പടച്ചറബ്ബേ എനിക്ക് നീ പുറത്തു തരണമേ റബ്ബേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, കാരണം എന്താ? നീയല്ലാതെ എനിക്ക് മാപ്പ് നൽകാൻ, പുറത്തു നൽകാൻ മറ്റാരുമില്ല റബ്ബേ. അതുകൊണ്ട് ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അപ്പോൾ പ്രിയമുള്ളവരെ, അത്രക്കും പ്രാധാന്യമുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലാഹുവിലേക്ക് പാപമോചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ നമുക്ക് കാണാം. ഇനി സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ രാവിലെയും വൈകുന്നേരവും സുബഹി നമസ്കാരത്തിന് ശേഷവും അസർ നമസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താണ്? ഒരു മനുഷ്യൻ സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, സുബഹി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, രാത്രിയാകുന്നതിന് മുമ്പ് അവൻ മരിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ ഇത് പ്രാർത്ഥിക്കുകയും രാവിലെ സുബഹിക്ക് ശേഷം സയ്യിദുൽ ഇസ്തിഗ്ഫാർ പ്രാർത്ഥിക്കുകയും എന്നിട്ട് രാത്രിയാകുന്നതിന് മുമ്പ് അവൻ മരണപ്പെടുകയും ചെയ്താൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണെന്നാണ്. ഇനിയോ വമൻ ഖാലഹാ മിനൽ ലൈൽ, ഇനി ആരെങ്കിലും രാത്രിയിൽ വൈകുന്നേരം സയ്യിദുൽ ഇസ്തിഗ്ഫാർ പ്രാർത്ഥിച്ചു എന്നിട്ട് ഫമാ തഖബല അൻ യുസ്ബിഹ, പിറ്റേ ദിവസം പ്രഭാതമാകുന്നതിന് മുമ്പ് സുബ്ഹിയാകുന്നതിന് മുമ്പ് ആ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ശ്രേഷ്ഠമായ പ്രാർത്ഥനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഇസ്തിഗ്ഫാറാണ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അപ്പോൾ പ്രിയമുള്ളവർ, അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് അത് നിർവഹിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ പരമാവധി അതെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കാണ് നാളെ മംഗളം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത്തരത്തിലുള്ള ആളുകളിൽ അല്ലാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി നമസ്കാരങ്ങൾക്ക് ശേഷം ഇദാ ഇൻസറഫ മിന സ്വലാത്തിഹി, നമസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇസ്തിഗ്ഫാർ സലാസൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു. അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ചൊല്ലിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൂടാതെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓരോ ദിവസവും ഞാൻ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാറിനെ ചോദിക്കാറുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റു സലഫുകളായ ആളുകൾ അവരുടെ നമസ്കാരങ്ങൾക്ക് ശേഷം ആ നമസ്കാരത്തിൽ വന്നുപോയ പിഴവുകൾ അത് തിരുത്തുവാൻ വേണ്ടി ആദ്യം 3 തവണ ഈ ഇസ്തിഗ്ഫാർ നടത്തുകയും പിന്നീട് സുന്നത്ത് നമസ്കാരങ്ങൾ നമസ്കരിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അത്തരത്തിൽ ഇസ്തിഗ്ഫാർ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നു മുന്നോട്ട് പോകുന്ന ആളുകളിൽ അല്ലാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിൽ ഇസ്തിഗ്ഫാർ അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, ആശയം മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രാർത്ഥനകൾ അത് പഠിക്കുവാനും അങ്ങനെ മുന്നോട്ട് പോകുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും പ്രധാനമുള്ളത്, ഒരുപാട് ഖുതുബകൾ നമ്മൾ കേൾക്കുന്നു, ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നു, ഒരുപാട് ക്ലാസുകൾ നമ്മൾ കേൾക്കുന്നു,
എഴുതുന്നു, പഠിക്കുന്നു. പക്ഷേ എത്രയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അങ്ങനെ കേട്ടതും അറിഞ്ഞതും എഴുതിയതും പഠിച്ചതുമൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള മഹാതൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ, സുഡാനിൽ കഷ്ടപ്പെടുന്ന, ഒരുപാട് പ്രയാസപ്പെടുന്ന സഹോദരി സഹോദരന്മാർ, അതുമാത്രമല്ല ലോകത്തിന്റെ വിശിഷ്ടങ്ങളായ ദിക്കുകളിൽ പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർ, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ വ അജ്ർ വാലിദൈനാ മിനന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രികീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.